DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ഇന്നും ചോദ്യം ചെയ്യും. മൂന്നാം ദിവസമാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. ആൾജാമ്യത്തിൽ തന്നെ വിട്ടയക്കാനാണ് മുൻകൂർ ജാമ്യ വിധിയിൽ ഉത്തരവിൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിൽ ഒന്നാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഇന്നും IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യും. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യതയല്ലേ ദീപക്? അരുൺകുമാർ, ഇന്ന് ഈ DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിലെ കേസിലെ ഒന്നാം പ്രതിയായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ട്. കൽപ്പറ്റ പുത്തൂർവയൽ AR ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്നലെയും മെനിഞ്ഞാന്നുമായി ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഇന്നലെ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തി ചില രേഖകൾ പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാം പ്രതിയായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ഒപ്പം മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കേസുമായി ഈ IC ബാലകൃഷ്ണനുള്ള ബന്ധം കൂടുതൽ വ്യക്തമാവും എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വിജിലൻസിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരടക്കം ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 2 ആളുകളുടെ 1 ലക്ഷം രൂപ ആസ്തിയുള്ള ആൾജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ IC ബാലകൃഷ്ണൻ ഇവിടെ, അതായത് കൽപ്പറ്റ പുത്തൂർ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം DYSP സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 10 മണിയോടുകൂടി അന്വേഷണം ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യ വിധി ഉള്ളതുകൊണ്ട് തന്നെ ഈ ആൾജാമ്യത്തിൽ വിട്ടയക്കുമോ എന്നുള്ള കാര്യം കൂടുതൽ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഒന്നാം പ്രതിയായിട്ടുള്ള IC ബാലകൃഷ്ണനെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അരുൺ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. IC ബാലകൃഷ്ണനെ ഇന്നും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും ആൾജാമ്യത്തിൽ.